ഇപ്പൊ നമുക്ക് ഹെയർ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, സ്കാൽഫ് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ സ്കാൽഫ് ഫില്ലിംഗ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഓളിയം പ്ലസ് സ്മൂത്തനിങ് ചെയ്തത്. പിന്നെ ഈ മുടി ഭയങ്കര ഡ്രൈ ആണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിനുള്ള ഹെയറിനുള്ള ഇത് കിട്ടുന്നെങ്കിൽ ഹെയർ പ്രോബ്ലം ആവത്തില്ല. അതൊന്നും കിട്ടാത്തതുകൊണ്ടിട്ടാണ് നമുക്ക് കുറച്ച് ആദ്യമേ ഹെയർ പ്രോബ്ലം തുടങ്ങുമ്പോഴാണെങ്കിൽ നമുക്കത് ഫുഡിൽ ഓക്കെ ആക്കി വെച്ചാൽ നമുക്ക് ഓക്കെ ആവും. ഇതെല്ലാം കഴിഞ്ഞ് ഒത്തിരി സിവിയർ ആയിട്ട് ഹെയർ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്താലും ഏൽക്കത്തില്ല. അപ്പൊ നമ്മൾ ഇത് പുറമേ നിന്ന് ഹെയറിനുള്ള ഫുഡ് പോലെ ഇതെല്ലാം കൊടുത്ത് ക്ലിയർ ആക്കി ഇനി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് വരും. പിന്നെ ഒന്ന് ഡ്രൈ ഉണ്ട്, ഫ്രിസ് ഉണ്ട്, ഇതെല്ലാം ഫില്ല് ആവണം, മുടി ഒട്ടി പോകാൻ പാടില്ല, ഫ്രിസ് കൺട്രോൾ ആവണം. പിന്നെ ഒരു ഓളിയോ ചെയ്തപ്പോൾ പറഞ്ഞത് പ്രകാരം മാക്സിമം ഓളിയത്തിൽ വേണം മുടി ഒട്ടിക്കിടക്കുന്നത്. മാക്സിമം ഓളിയം ചെയ്യാം. ഓളിയം എന്നേ പറഞ്ഞു, ഓളിയം ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്. ഓളിയത്തിൽ ചെയ്തു സ്മൂത്ത് ആവണം എന്ന് പറഞ്ഞു. കെട്ട് വീഴരുതെന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞതെല്ലാം ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ഓക്കെ കൺസൾട്ട് ചെയ്തത് ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഉദ്ദേശിച്ച പോലെ ആയോ? ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ നല്ലതായി. നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 to 7 ഡേയ്സിനകത്ത് നമുക്ക് അടുത്ത സിറ്റിങ്ങിൽ വരുമ്പോൾ ഇതെല്ലാം ഫിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഡ്രൈ എല്ലാം മാറി നാച്ചുറൽ ഹെയറിലോട്ട് സ്വമേധയാ വന്നു പറയാം. നമുക്ക് പെൻട്രേഷൻ നടക്കാൻ 48 hours to 72 hours സമയം വേണം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒട്ടിപ്പോയ മുടി ഇല്ല ഉദ്ദേശിച്ചതുപോലെ തന്നെ ഓളിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്. പിന്നെ ഹാപ്പിയാണ്. ഞാൻ കുറെ സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ 100% ഹാപ്പിയാണ്. നമുക്ക് അത്രയും മോശമായിരുന്നു മുടി. ഒരുപാട് കാണിച്ചു തന്ന ഒരുപാട് മോശമായിരുന്നു. നമുക്ക് നോക്കാം അടുത്ത സിറ്റിംഗ് വരുമ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടെന്ന്. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്.